celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഫോമയിൽ ഭരണഘടനാ ഭേദഗതിയെ ചൊല്ലി ഭിന്നാഭിപ്രായം. തിരക്കിട്ട് ഭേദഗതി അവതരിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനാ ഭേദഗതിക്കായി സൂമിൽ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കാൻ വ്യാഴാഴ്ച നാഷണൽ കമ്മിറ്റി ചേരുന്നുണ്ട്. സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കാൻ നാഷണൽ കമ്മിറ്റി അംഗീകാരം വേണം. പ്രധാന കാര്യങ്ങളിൽ മാറ്റമൊന്നുമില്ലെന്നും മറ്റ് ചെറിയ കാര്യങ്ങളിലാണ് മാറ്റമെന്നും ഭരണഘടനാ ഭേദഗതി കമ്മിറ്റി ചെയറും മുൻ പ്രസിഡന്റുമായ ജോർജ് മാത്യു പറഞ്ഞു. എന്നാൽ എന്താണ് മാറ്റുന്നതെന്നോ എന്തൊക്കെ ഭാഗമാണ് മാറ്റുന്നതെന്നോ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്ന് എതിർക്കുന്നവർ പറയുന്നു. റിവൈസ് ചെയ്തെന്ന് പറയുന്ന ബൈലോയിൽ പഴയ ബൈലോയിൽ നിന്നും എടുത്തു കളഞ്ഞതോ പുതുതായി കൂട്ടിച്ചേർത്തതോ ആയ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള കരട് നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സ് ഉൾപ്പെടെ ആർക്കും ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ലെന്നവർ പറയുന്നു. 2023 ഒക്ടോബറിൽ നടന്ന ജനറൽ ബോഡിയിൽ 30-നോടടുത്ത് മാത്രം ആളുകൾ ഉണ്ടായിരുന്നപ്പോഴാണ് കുറച്ച് ഭേദഗതികൾ പാസാക്കിയത്. അതിൽ തന്നെ നിരവധി കുഴപ്പങ്ങളുള്ളത് പലരും ചൂണ്ടിക്കാട്ടി. തൽക്കാലം ഇതെല്ലാം ഒന്ന് അപ്രൂവ് ചെയ്യുക, 2024 ജനുവരിയിൽ എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിവൈസ്ഡ് കോപ്പി എല്ലാവർക്കും അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അത് പരിശോധിച്ച് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ജൂണിൽ ഒരു ജനറൽ ബോഡി വിളിക്കാം എന്നായിരുന്നു അന്നത്തെ നിലപാട്. പക്ഷേ ഈ നിമിഷം വരെ അങ്ങനെ ഒരു റിവൈസ്ഡ് കോപ്പി ജനറൽ ബോഡി മെമ്പേഴ്സിന് അയച്ചു കൊടുത്തിട്ടില്ല. വരുത്തുമെന്ന് പറയുന്ന ചില മാറ്റങ്ങളെ പറ്റിയും അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. മാറ്റമനുസരിച്ച് പുതിയ അസോസിയേഷനുകൾ മെമ്പർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ റീജിയണിലെ മറ്റ് അസോസിയേഷനുകളോ നാഷണൽ കമ്മിറ്റിയോ അറിയാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തന്നെ അപ്രൂവൽ നൽകാൻ പറ്റുമെന്നതാണ് ഒന്ന്. അസോസിയേഷന്റെ പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഡെലിഗേറ്റ് ആകുവാൻ പറ്റുകയുള്ളൂ എന്നതാണ് മറ്റൊന്ന്. ഫോമയുടെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സംഘടനകളിലെ ഡെലിഗേറ്റ്സിന് ഫോമയിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ളത് എടുത്തു മാറ്റുവാൻ ശ്രമിക്കുന്നു എന്നതാണ് വേറൊന്ന്. ഇതുമൂലം എന്നും ഫോമയിൽ പ്രവർത്തിക്കുന്നവർക്ക് പകരം ഫൊക്കാനയിലോ മറ്റ് അസോസിയേഷനിലോ ഉള്ളവർക്ക് ഡെലിഗേറ്റായി വരാൻ പറ്റും. ഫോമക്കാർ പിന്തള്ളപ്പെടും. മുൻ പ്രസിഡന്റുമാർ വോട്ടവകാശമുള്ള സ്ഥിരം ഡെലിഗേറ്റ്സ് ആകണമെന്നതും ശരിയല്ല. അവർക്ക് ജനറൽ ബോഡിയിൽ പങ്കെടുക്കാമെന്നല്ലാതെ വോട്ടവകാശം നൽകേണ്ട കാര്യമില്ല. അത് വീണ്ടും ഒരു കോക്കസിന് വഴിയൊരുക്കും. പുതിയ ഭേദഗതി പ്രകാരം ഫോമയുടെ മിക്ക അധികാരങ്ങളും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിലേക്ക് കേന്ദ്രീകരിക്കുന്നു. നാഷണൽ കമ്മിറ്റിയുടെ മിക്ക അധികാരങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മാറ്റുന്നു. ഇതും ശരിയല്ല. ഒരു കമ്മിറ്റിയോടും സംസാരിക്കാതെ പ്രസിഡന്റിന് ഏകപക്ഷീയമായി നടപടികൾ എടുക്കുവാൻ സാധിക്കുമെന്ന തോന്നലുണ്ടാക്കിയ ചില ഭേദഗതികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഫോമയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും നാഷണൽ കമ്മിറ്റി കഴിയുന്നതോടെ കാര്യങ്ങൾക്ക് വ്യക്തത വരും. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.